ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കോൺസെൻറ്റ് അടിക്കാനായിട്ട് 10-11 സ്പാൻഡറും 20-22 സ്പാൻഡറും പിന്നെ ഒരു ഹാമർ, ഒരു റാഡ്, അങ്ങനെ എന്തെങ്കിലും അടിക്കാൻ പറ്റിയത് എന്തെങ്കിലും നമുക്ക് ആവശ്യം. ആദ്യം നമുക്ക് അടിക്കേണ്ടത് സെൻറ്ററിലെ ബോൾട്ട് അഴിക്കേണ്ടത്. പിന്നെ ഈ സൈഡിൽ ഷോക്കിൻ്റെ 2 സൈഡിലായിട്ടുള്ള 10-ൻ്റെ ബോൾട്ട് അഴിക്കണം. നമുക്കാദ്യം അഴിച്ച് നോക്കാം. സെൻറ്ററിൽ ജസ്റ്റ് തട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അഴിഞ്ഞ് പോകുന്നതാണ്, വേഗം കഴിഞ്ഞ് വരും അത്. പിന്നെ നമുക്ക് സൈഡിൽ 10-ൻ്റെ വെച്ച് പയ്യെ തട്ടിക്കഴിഞ്ഞ് അത് ജസ്റ്റ് ലൂസാക്കി, അത് ഫുള്ള് അഴിച്ചെടുത്താലും കുഴപ്പമില്ല, ജസ്റ്റ് ലൂസാക്കി എടുക്കാം. ഈ വോക്കീസിൻ്റെ മെയിൻ ഒരു പ്രശ്നമാണ് ഈ കോൺസെറ്റ്. ഈ കോൺസെറ്റ് ഇങ്ങനെ എപ്പോഴെപ്പോഴും തന്നെ ലൂസായിക്കൊണ്ടിരിക്കും. അത് നമുക്ക് വീട്ടിൽ തന്നെ എപ്പോഴും നമുക്ക് ചെയ്യാവുന്നുള്ളൂ, ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നുള്ളൂ. ഈ അപ്പുറത്ത് ഒരു സൈഡ് അഴിച്ച് കഴിഞ്ഞ് അടുത്ത സൈഡ് ഇതേപോലെ തന്നെ അഴിക്കുക. അത് കഴിഞ്ഞ് പയ്യെ നമുക്ക് ഷെയ്ക്ക് ചെയ്ത് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ താനെ ഹാൻഡിൽ വേഗം ഊരി കിട്ടുന്നതാണ്. അധികം നമുക്ക് ലോഡൊന്നും കൊടുക്കേണ്ടി വരില്ല. നമ്മുടെ കയ്യിലുള്ള ഹാമറും റാഡും വെച്ച് ബോട്ട് അടിച്ചടിച്ച് നമുക്കത് ഊരിയെടുക്കാവുന്നതാണ്. അത്യാവശ്യം കുറച്ച് ടൈറ്റ് ഉണ്ടാവും, എന്നാലും നമുക്ക് 3-4 അടിയോടെ ഊരിയെടുക്കാൻ പറ്റും, ഫ്രീ ആക്കി എടുത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് ഊരിയെടുക്കാം. ഈ ബെയറിങ് ഊരിയെടുക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് എന്താ പറയുക, ഷോക്ക് എന്തെങ്കിലും ഒരു കല്ലുമ്മ അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ട് പയ്യൊന്ന് അനക്കിയെടുത്താൽ മതി. പയ്യൊന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ താനെ ചാടിപ്പോരും പുറത്തേക്ക്. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രീസ് ചെയ്ത് എന്നിട്ട് ഗ്രീസൊക്കെ ചെയ്ത് അതേമാതിരി തന്നെ ജസ്റ്റ് അനങ്ങി കഴിയുമ്പോൾ തന്നെ അത് തിരിച്ച് നമുക്ക് തള്ളി അതിൻ്റെ അകത്ത് കയറ്റിടാൻ പറ്റും. അതെന്തെങ്കിലും കല്ലോ എന്തെങ്കിലും വെച്ചിട്ട് അതുമ്പോൾ ലോഡ് നിർത്തണം, ഫ്രണ്ടിൽ ടയർ ലോഡ് നിർത്തിയാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്റ്റാൻഡോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അത് ടൈറ്റ് ചെയ്യാം, ഫുള്ള് ടൈറ്റ് ചെയ്ത് അടിച്ച് മാക്സിമം ഓവർ ടൈറ്റ് ആകാത്ത ഇതിൽ അടിച്ച് ടൈറ്റ് ചെയ്യുക. ഹാൻഡിൽ തിരിച്ച് നമ്മൾ എടുത്ത മാതിരി തന്നെ പൊസിഷനിൽ തന്നെ തിരിച്ച് പയ്യെ അടിച്ചടിച്ച് കയറ്റുക. പിന്നെ സെൻറ്ററിലെ ബോൾട്ട് ഫസ്റ്റ് ടൈറ്റ് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് സെൻറ്ററിലെ ബോൾട്ട് ടൈറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആ രണ്ട് ഷോക്കിനെയും കറക്റ്റ് സ്യൂട്ടായി ഇരിക്കില്ല അത്. അപ്പോൾ ഫസ്റ്റ് സൈഡിലെ ബോൾട്ട് ടൈറ്റ് ചെയ്യാൻ നോക്കാം, എന്നിട്ട് ബാക്കി 2 സൈഡിലും ബോൾട്ട് ടൈറ്റ് ചെയ്യാം. ഇത്രയുള്ളൂ. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഒരു 10-15 മിനിറ്റ് മതിയെന്ന് തോന്നുന്നത്. ഫുള്ള് നമുക്ക് അഴിച്ച് എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതാണ് ഈ വോക്കീസിൻ്റെ മെയിൻ കംപ്ലൈൻറ്റാണ് ഈ കോൺസെപ്റ്റ്. അതെല്ലാവരും വീട്ടിൽ തന്നെ ചെയ്യാൻ നോക്കാം. ഓക്കെ.